3 വർഷം നീണ്ട വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ദുരൂഹതകൾ മാത്രം അവശേഷിപ്പിച്ച് CBI ജസ്നയുടെ തിരോധാന കേസ് ഫയൽ അടച്ചത്. അന്വേഷണത്തിൽ ഒരു വിവരവും ലഭിച്ചില്ലെന്ന് കാട്ടി CBI കോടതിയിൽ റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്ലോഷർ റിപ്പോർട്ട് നൽകിയത്. പുതിയ വിവരങ്ങൾ ലഭിക്കാതെ അന്വേഷണം സാധ്യമല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ലോക്കൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. ആദ്യ 48 മണിക്കൂറിൽ പോലീസ് ഒന്നും ചെയ്തില്ല. നിർണായക സമയമാണ് പാഴാക്കി കളഞ്ഞത്. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ തിരോധാനത്തിൽ പങ്കില്ല. 2 പേരെ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും വിവരങ്ങൾ ലഭിച്ചില്ല. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന പോലീസിന്റെ നിഗമനവും CBI തള്ളിക്കളയുന്നു. 2018 മാർച്ച് 22-നാണ് പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശി ബിരുദ വിദ്യാർത്ഥിയായ ജസ്നയെ കാണാതാകുന്നത്. മുണ്ടക്കയത്തെ ബന്ധുവീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. പിന്നീട് വിവരമൊന്നുമില്ല. എരുമേലി ബസ് സ്റ്റാൻഡിലെത്തിയതിന് തെളിവ് ലഭിച്ചു. ജസ്ന നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങളാണ് തെളിവായത്. പിന്നീട് എങ്ങോട്ട് പോയി എന്നതാണ് അജ്ഞാതം. ആദ്യം വെച്ചൂച്ചിറ പോലീസും പിന്നീട് പ്രത്യേക സംഘവും അന്വേഷിച്ചു. ഫലമില്ലാതായതോടെ ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ തച്ചങ്കരുടെ വെളിപ്പെടുത്തൽ പ്രതീക്ഷയുണ്ടാക്കി. ജസ്ന പ്രത്യേക സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുന്നുവെന്നായിരുന്നു അന്ന് പറഞ്ഞത്. അതിനപ്പുറം കേസിൽ ഒരു പുരോഗമനവും ഉണ്ടായില്ല. തുടർന്നാണ് ബന്ധുക്കൾ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം നേടിയെടുത്തത്. എന്നാൽ വിദേശത്തടക്കം അന്വേഷിച്ച ശേഷം CBIയും കൈമലർത്തുകയാണ്. ഇനി CBI റിപ്പോർട്ടിൽ കോടതിയുടെ തീരുമാനമാണ് നിർണായകം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.